ഹേ ഗൈസ്, എല്ലാവർക്കും ഓട്ടോമോബ് എന്തൂസിയാസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കാറിൽ മറ്റേ ഫ്ലാഷർ ലൈറ്റ് ഉണ്ടല്ലോ, 2 ലൈറ്റ് കൊടുക്കുന്നത്. അപ്പം ആ ഒരു ലൈറ്റ് നമ്മുടെ വണ്ടിയിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ലൈറ്റ് ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ലൈറ്റ്. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. അപ്പം ഇത് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതാ ഇതേപോലെ നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളിയാണ്. അതായത് നമുക്ക് സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ റോഡ് പ്രസൻസ് ഈ 2 ലൈറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ലുക്കൊന്ന് ലൈറ്റ് ഇട്ടിട്ട് നോക്കാം. അതായത് ഇതിപ്പം ഇവിടെ വെക്കാനാണ് പാട്. കാരണം ഇതിവിടെ ഇങ്ങനെ വെക്കുമ്പം നമുക്ക് സ്ക്രൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ കാര്യമാണ് ഇപ്പം നോക്കുന്നത്. അതായത് എങ്ങനെയും ഇവിടെ പിടിപ്പിക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പം ഇപ്പം ആലോചിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കയറൊക്കെ ഇട്ടിട്ട് ബാക്കിലേക്ക് വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ബാക്കി ഗമ്മിട്ടിട്ട് ഫിക്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നോക്കാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ശരി, കണ്ടോ, നമുക്കവിടെ വെക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ആകെ അലമ്പാട് കേട്ടോ. നമുക്ക് കഴുകാരോടി സമയം കിട്ടിയിട്ടില്ല. അത് ഓരോ സാഹചര്യം കൊണ്ട് കഴുകാൻ സമയം കിട്ടായിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല നിൽക്കാറ്. അപ്പം അതുകൊണ്ട് വണ്ടി കഴുകാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. അപ്പം പൊടി ഉണ്ടായിരിക്കും, നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. എൻ്റെ വീഡിയോസ് കാണുന്നവരോടല്ല കേട്ടോ. അതായത് നമുക്ക് ഈ ഒരു വീഡിയോ കാണാനായിട്ട് പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ വണ്ടിയിൽ ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ നെയിം, അതേപോലെ തന്നെ ബാക്കിൽ സ്പോയിലർ, പിന്നെ ബാക്കിലെ ടൈൽ ലാമ്പ് നമ്മൾ ചെറിയ മിന്നുന്ന ബൾബൊക്കെ കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പിൽ പാർക്ക് ലൈറ്റും നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വർക്കും ചെയ്യുന്നത്. അപ്പം ഓരോന്നായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ചാനലിൽ കയറി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എല്ലാ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കിൻ്റെ വീഡിയോസ്. ഗൈസ്, അപ്പം ഇതിൽ ഗമ്മ് ഇട്ടിട്ട്, അതായത് ഗമ്മല്ല കേട്ടോ, ഡബിൾ സൈഡ് ടാപ്പ് ഇട്ടിട്ട് ഒട്ടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് അതിൽ ഫിക്സ് ചെയ്തിട്ട് കാണാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഗൈസ്, ഇപ്പം ഒരു സൈഡിലത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇനിയിപ്പം ഈ ഒരു സൈഡിലും കൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ലൈറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇട്ടോ കേടാന്നില്ല. അപ്പോൾ ഗൈസ്, ഇതാ കണ്ടല്ലോ, നമ്മുടെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം 2 മോഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ മിന്നുന്ന, അതായത് ഫ്ലാഷ് രീതിയിൽ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ നോർമൽ മോഡ്, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ സ്വിച്ച് ഇവിടെ ആയിട്ടാണ് കേട്ടോ കൊടുത്തത്. കാരണം ഇവിടെ ഇനി നമുക്ക് സബ്ബൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ വേറെ സ്വിച്ച് കൊടുക്കാനായിട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്വിച്ച് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മോഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓഫാക്കുക, അതേപോലെ ഇതൊരു മോഡ്, ഇതെടുത്ത മോഡ്, ഈ ഒരു രീതിയിൽ സ്വിച്ച് തന്നെ കൺട്രോളായിട്ടാണ് മോഡ്സും വരുന്നത് കേട്ടോ. അപ്പം ഇനി നമ്മുടെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലാസ് കൂൾ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു ഫെൻഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്ക് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അടുത്ത വർക്ക് ചിലപ്പം നമ്മുടെ ആ ഒരു ഫെൻഡറിൻ്റെ വർക്കായിരിക്കും. പിന്നെ ലിപ്പ് കൊടുക്കാനുണ്ട്, സ്കേർട്ടിങ് കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് വർക്ക് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഇനി നമ്മൾ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനലിലേക്ക് വരുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെന്താ, നിങ്ങൾക്ക് എല്ലാ മോഡിഫിക്കേഷൻ, അതായത് സ്പോയിലർ, ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഫ്ലാഷർ നിങ്ങൾ കണ്ടല്ലോ, അതേപോലെ ഹെഡ് ലാമ്പ് നമ്മുടെ മറ്റേ പാർക്ക് ലൈറ്റ് ഉണ്ടല്ലോ, അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എല്ലാം ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെന്താ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ലൈക്ക് അടിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കിട്ടാം. അതായിരിക്കും. ബൈ.